തിരുപ്പതിയിലെ പവിത്രമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നുണ്ട്, ബീഫ് ടാലോ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ ചന്ദ്രബാബു നായിഡുവാണ് റേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ വിശ്വാസിയെയും വളരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. തിരുപ്പതി ലോകത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഹിന്ദുക്കളുടെ. തിരുപ്പതി എന്ന് പറയുന്നത് തിരുപ്പതി, തിരുമല, വെങ്കടേശ്വരൻ കോടാനുകോടി ആൾക്കാരുടെ അഭയകേന്ദ്രമാണ്. എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ആദരവോടെ നോക്കിക്കാണുന്ന ക്ഷേത്രം തിരുപ്പതി, ശബരിമല, വൈഷ്ണോദേവി, ഗുരുവായൂർ, സോമനാഥ് അടക്കമുള്ള, അല്ലെങ്കിൽ BAPSന്റെ സ്വാമിനാരായൺ ക്ഷേത്രം അടക്കമുള്ള അമ്പലങ്ങളെല്ലാം ഹിന്ദു സമൂഹത്തിന്റെ അഭിമാനമാണ്. ആ അമ്പലത്തിലെ ലഡു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദത്തിൽ ബീഫ് ടാലോ ഉണ്ടായി, പിഗ് ഫാറ്റിലെ ലാർഡ് ഉണ്ടായി, ഫിഷ് ഓയിൽ ഇൻ ദ ഗീ യൂസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ലാബ് റിപ്പോർട്ടിനെ കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഗുജറാത്തിലെ ലാബ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് ആരോപിക്കുന്നു. സത്യമാണോ കൊള്ളമാണോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് അതിശക്തമായ ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബാണ്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സിറ്റിംഗ് ജഡ്ജി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതായത് ജഗനും ചന്ദ്രബാബു നായിഡും തമ്മിലുള്ള പരസ്പര പോരാട്ടത്തിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയത്തിലെ പോരാട്ട നാടകമാകരുത്. ചന്ദ്രബാബു നായിഡുവിനെ അവിടുത്തെ സ്കിൽ ഡെവലപ്മെന്റ് കറപ്ഷന്റെ കേസിൽ ജഗൻ ജയിലിലിട്ടതാണ്. ഈ സമാനമായ കേസിൽ വൈകാരികപരമായ വിഷയം ഉയർത്തി, പ്രത്യേകിച്ച് YSRന്റെ മകൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനി കൂടിയാണ്, ജഗൻ ക്രിസ്ത്യാനി കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് TDP BJP ആൾക്കാർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളായതുകൊണ്ട് തന്നെ സെൻസിറ്റീവായ മതപരമായ റിലീജിയസ് വിഷയങ്ങളും കൂടി ഉള്ളൊരു കാര്യമാണ്. അതിനെ സെൻസിറ്റീവായി ഡീൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേലുള്ള അന്വേഷണം വേണം. തിരുപ്പതി ലഡു, തിരുപ്പതി ബാലാജി നമ്മുടെ എല്ലാം അഭിമാനമാണ്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഇപ്പം വരുന്നുണ്ട്. അതിൽ ഒരു ആശങ്ക ഒഴിവാകണമെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുവരികയും ആ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കുകയും അതിനൊരു കൺക്ലൂസീവായ റിപ്പോർട്ട് നൽകുകയും വേണം. സാമുദായികമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ, ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വിഷയം മാറരുത്. പലപ്പോഴും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ആന്ധ്രയിലൊക്കെ പരസ്പരം ചെയ്യുന്നത് ഹിന്ദു ക്രിസ്ത്യൻ സ്പർദ്ധ ഉണ്ടാക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികൾ ഒരുപാട് കൺവേർട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായി ഇത് മാറരുത്. യഥാർത്ഥത്തിൽ അത്തരം രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി നമ്മൾ നിന്നുകൊടുക്കരുത്. പകരം ഇതിന്റെ സത്യം അന്വേഷിക്കണം. തെറ്റുകാരുണ്ടെങ്കിൽ അവരെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാം, അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ വർഗീയമായി സാമുദായികമായി വിദ്വേഷം ജനിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. തിരുപ്പതി വെങ്കടേശ്വരന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.